ബഹിരാകാശ യാത്രയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനിയായ ആക്സിയം സ്പേസ് സംഘടിപ്പിക്കുന്ന നാലാമത്തെ സ്വകാര്യ യാത്രിക ദൗത്യമാണ് ആക്സിയോം മിഷൻ 4. ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് 2025 ജൂൺ 8 മുമ്പ് ദൗത്യം വിക്ഷേപിക്കാനാണ് പദ്ധതി. ഫാൽക്കൺ 9 റോക്കറ്റിൽ ഒരു പുതിയ സ്പേസ് എക്സ് ഡ്രാഗൺ ക്യാപ്സൂളിലാണ് സംഘം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുക. പെങ്കി, സുഭാഷു ശുക്ല, ക്ലാവോസ്, ടിബോർ കപൂർ ഇവ 4 പേരുമാണ് ഈ ദൗത്യത്തിൽ പോകുന്നത്. സ്വകാര്യ ദൗത്യങ്ങൾക്ക് ആക്സ് 4 ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിക്കുന്നു. 60-ലധികം ശാസ്ത്രീയ ഔട്ട്റീച്ച് പരീക്ഷണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഗവേഷണ കേന്ദ്രീകൃതമായ ആക്സിയോം ദൗത്യമാണിത്. ഈ പരീക്ഷണങ്ങൾ 31 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ബഹിരാകാശത്ത് സ്വകാര്യ കമ്പനികളുടെ വർദ്ധിച്ചു വരുന്ന പങ്കിൻ്റെ അന്താരാഷ്ട്ര സഹകരണത്തിൻ്റെ ഒരു പ്രദർശനമാണ് ഈ ദൗത്യം. ആക്സിയം മിഷൻ 4 ലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ പങ്കാളിത്തം ശ്രദ്ധേയമാണ്. ദൗത്യത്തിനായുള്ള വിക്ഷേപണ വാഹനവും ബഹിരാകാശ പേടകവും നൽകുന്നതിന് ഉത്തരവാദിത്തമുള്ള കമ്പനിയാണിത്. മസ്കിൻ്റെ നേതൃത്വത്തിൽ സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റും ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകവും നൽകുന്നു. ഈ പങ്കാളിത്തം ശാസ്ത്രീയ ഗവേഷണവും ബഹിരാകാശ യാത്രയുടെ വാണിജ്യവൽക്കരണവും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് യാത്രാ സൗകര്യം ഒരുക്കുകയും ആക്സിയം സ്പേസ് നേതൃത്വം നൽകുകയും ചെയ്യുന്നതോടെ ഭ്രമണപഥത്തിൻ്റെ ഒരു യഥാർത്ഥ അന്താരാഷ്ട്ര വാണിജ്യ സാന്നിധ്യം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ്.